മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവില് രാവിലെ പാത്രം കഴുകിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് പൊരിഞ്ഞടി നടക്കുന്നുണ്ടായിരുന്നു അക്ബർ, ആര്യൻ, നെവീൻ, ഷാനവാസ്, അനുമോളൊക്കെ തമ്മിൽ. പാത്രം കഴുകാതെ ഭക്ഷണം ഉണ്ടാക്കില്ല എന്ന വാശിയിലാണ് കിച്ചൺ ടീം. പാത്രം കഴുകില്ല എന്ന വാശിയിൽ വെസൽ ടീമും. അവസാനം നൂറയും ആദിലയും കുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റന്മാരായ 3 പേരെ ഒഴിച്ച് ബാക്കിയുള്ള 6 പേർക്കും നൂറയും ആദിലയും കുക്ക് ചെയ്യാൻ കയറിയിരിക്കുകയാണ്. രാവിലെ എന്തോ കുറുമ ഉണ്ടാക്കാനായിരുന്നു നെവീന്റെ പ്ലാൻ. അതിനായിട്ടുള്ള പാല് നെവീന്റെ കയ്യിലുണ്ടായിരുന്നു. അത് തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടി ഷാനവാസ് ശ്രമിക്കുന്നു. ആ സമയത്ത് ആ വാശിക്ക് നെവീൻ ആ പാല് മുഴുവൻ ഷാനവാസിന്റെ ദേഹത്തൊഴിക്കുകയാണ്. നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ ഷാനവാസിന്റെ ദേഹത്തും കണ്ണിലും എല്ലാം ഒഴിക്കുന്നു. ഷാനവാസ് ആദ്യം നല്ല ദേഷ്യത്തോടു കൂടി നെവീനെ കയ്യിൽ പിടിക്കാൻ പോകുന്നുണ്ടെങ്കിലും പിന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഷാനവാസ് നെഞ്ചത്ത് കൈയും വെച്ച് കിച്ചണിൽ തന്നെ ഒറ്റ ഇരിപ്പാണ്. നെഞ്ചുവേദന എടുത്തെന്ന് തോന്നുന്നു. ഷാനവാസ് ഓൾറെഡി ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. പെട്ടെന്ന് അങ്ങനെ ഇരുന്നു പോവുകയാണ്. അനീഷും നൂറയും സാബുമാനൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലും ഷാനവാസ് ആ ഒരു ഇരിപ്പ് തന്നെ ഇരിക്കുകയാണ്. ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് ഷാനവാസിനെ കൊണ്ടുവരാൻ പറയുന്നുണ്ടെങ്കിലും ഷാനവാസിന് നടക്കാൻ പറ്റുന്നില്ല. കുറച്ചു നേരം കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ കിടക്കുകയാണ്. വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഷാനവാസിന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. കയ്യാങ്കളിയൊന്നും വേണ്ട എന്ന് ബിഗ് ബോസ് ഓൾറെഡി വാണിംഗ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഷാനവാസിനെ കൺഫഷൻ റൂമിൽ കൊണ്ടുവരാനും ബാക്കിയുള്ളവരോട് ലിവിംഗ് റൂമിൽ വന്നിരിക്കുവാനുമാണ് ബിഗ് ബോസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നെവീൻ ഷാനവാസിന്റെ ഈ പ്രകടനമെല്ലാം കണ്ടിട്ട് പറയുന്നത് ഇത് അഭിനയമാണ്, അയാളുടെ ഡ്രാമ എന്നോട് വേണ്ട എന്നാണ്. പക്ഷേ അക്ബറും ആര്യനും ഷാനവാസിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഷാനവാസിക്ക ബാ കൺഫഷൻ റൂമിൽ പോകാമെന്നൊക്കെ പറയുന്നു. എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് അവർ സംസാരിക്കുന്നത് എന്ന് അറിയില്ല. എന്തായാലും നൂറ പറയുന്നുണ്ട്, ഇന്നലെ നിങ്ങൾ കാണിച്ചത് ഡ്രാമയാ, ഇപ്പോഴും കാണിക്കുന്നത് നിങ്ങൾ ഡ്രാമയാ, നിങ്ങളുടെ ഡ്രാമ ആദ്യം കഴിയട്ടെ, പോടോ പോടോ എന്നൊക്കെ പറയുന്നു. ഷാനവാസിന് പക്ഷേ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ ലോബിയിൽ തന്നെ കിടക്കുകയാണ്. ഇതെന്തായാലും നെവീനും അക്ബറിനും ആര്യനും ഒക്കെ പണിയാവാനാണ് സാധ്യത. പ്രധാനമായിട്ടും നെവീനും ഷാനവാസും തമ്മിലുള്ള പ്രശ്നത്തിന് ശേഷമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈ ഒരു ഒറ്റ കാരണത്തോടു കൂടി എല്ലാവരും ഇപ്പോൾ അക്ബർ, ആര്യൻ, നെവീൻ ഇവർക്ക് 3 പേർക്കും എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നെവീന് ഏകദേശം ഉറപ്പായി ഈ ആഴ്ച എവിക്റ്റായി പോകുമെന്ന്. അപ്പോൾ കൊടുക്കാനുള്ളതെല്ലാം എല്ലാവർക്കും കൊടുത്തിട്ട് പോകാം എന്നുള്ള ആ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയോട് കൂടിയാണ് നെവീൻ ഇപ്പോൾ നിൽക്കുന്നത്. എന്തു വന്നാലും കുഴപ്പമില്ല എന്നൊരു ഭാവമാണ് നെവീന്. എന്തായാലും കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.